എല്ലാവർക്കും പമ്മീസ് കട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ വചനം സങ്കീർത്തനം 103:15-16. മനുഷ്യജീവിതം പുല്ലുപോലെയാണ്, അത് വയലിലെ പൂ പോലെ വിരിയുന്നു, എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു, അത് നിന്നിരുന്ന ഇടം പോലും ഓർക്കുന്നില്ല. ഈ വചനമനുസരിച്ച് നമ്മൾക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് ദൈവമക്കളായി ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് കേരള സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയാണ്. അതിന് നമ്മളിവിടെ പോത്തിറച്ചി കറി എന്ന് പറയും. അപ്പോൾ അത് വളരെ ടേസ്റ്റിയായ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കറിയാണ്. ഇതിൽ അധികം ഇൻഗ്രീഡിയൻ്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ പിന്നെ അപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. ഇനി ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ പീസാക്കി നുറുക്കിയിട്ടുള്ള 1 കിലോ ബീഫാണ്. അത് നമുക്ക് ഇനി ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകി 3-4 പ്രാവശ്യം കഴുകി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കുക്കറിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പാത്രത്തിൽ ഇത്ര വെള്ളം ഉണ്ടായിരുന്നു, അത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ ഉപ്പുപൊടി ഇടുക. ഇതിൻ്റെ കൂടെ ഞാനിവിടെ മിക്സിയിൽ പൊടിച്ചിട്ടുള്ളത് കുരുമുളകും പെരിഞ്ജീരകം കൂടി പൊടിച്ചിട്ടുള്ളതാണ്. ഇതിൻ്റെ 1 ടീസ്പൂൺ നമ്മൾക്ക് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ സെപ്പറേറ്റ് വേറെ ഞാൻ ഇപ്പോൾ മസാലയൊന്നും ചേർക്കണില്ല, ഈ പൊടി മാത്രം ഇപ്പോൾ ചേർക്കണുള്ളൂ. എന്നിട്ട് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്ര വെള്ളമാണ് ഒഴിക്കണുള്ളൂ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില എൻ്റെ കയ്യിൽ കുറവുള്ള കാരണം ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. അപ്പം നിങ്ങൾ കുറച്ചധികം ചേർക്കണം കേട്ടോ. എന്നിട്ട് ഒരു കയ്യിലെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് മൂടി കൊണ്ട് അടച്ചു വെച്ചിട്ട് നമ്മൾക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒരു 4 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം. ഇറച്ചി അങ്ങനെ നമ്മുടെ 4 വിസിൽ അടിച്ചു കഴിഞ്ഞു. പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു, കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കേണ്ടത് എങ്ങനെയാണ് ഇരിക്കുന്നത് നോക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരു 75% ഇത് ഇപ്പോൾ കുക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ സ്റ്റവിലൊരു കുക്കിംഗ് പോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൺചട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ ശരിയാക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പൊട്ടിപ്പോയ കാരണം ഞാനിപ്പോൾ ഇങ്ങനത്തെ പാത്രമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുകയാണ്. ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഫ്രൈ ആയിട്ടെടുക്കാനായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഇത് ചുവന്നുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. അത് 1 കപ്പ് ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ സബോള എടുത്താലും മതി. സബോള ആകുമ്പോൾ 1 എണ്ണം എടുത്തിട്ട് ഇതുമാതിരി കന കുറഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ടത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചതച്ച് വെച്ച 2 ടീസ്പൂൺ ഇഞ്ചി ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ച് വെച്ചിട്ടുള്ളത് 2 ടീസ്പൂൺ ഉണ്ട്, അതും ചേർത്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചെറിയ പീസാക്കി വെച്ച തേങ്ങ കൊത്ത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക.
മിക്സ് ചെയ്യാം. ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മൂക്കുന്ന വരെ മിക്സ് ചെയ്യണം. കാരണം അല്ലെങ്കിൽ അതിൻ്റെ പച്ചച്ചുവ പോവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുരുമുളകിൻ്റെ പൊടി ആദ്യം ചേർത്ത് കാരണം നമുക്ക് 1 ടീസ്പൂൺ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ എരിവ് വളരെ നന്നായിട്ട് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ച് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാൻ പറ്റും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുകയാണ്. നേരത്തെ ചേർത്തത് കുരുമുളക് പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഇപ്പോൾ എല്ലാ മസാല കൂടി പൊടിച്ച ഗരം മസാലപ്പൊടി ചേർക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഈ തക്കാളി ഒന്ന് വാടാനായിട്ട് നമുക്ക് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് മൂടി തുറക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം. ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കാരണം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഇനി നമുക്ക് ബീഫിൻ്റെ ഈ വെള്ളം ഒന്നെടുത്തിട്ട് ഇതിലെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടെ കുറച്ച് കറിവേപ്പില ഉണ്ട്, അത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറവുള്ള കുറച്ച് ഇറങ്ങുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി കൂടുതലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ബീഫുമേ ഈ മുളകൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് ചെറു തീയിലിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കും. പിന്നെ പച്ചമുളക് ഏറ്റവും അവസാനം ചേർക്കുന്നതാണ് കറിക്ക് ടേസ്റ്റ് കിട്ടുക. അത് കാരണമാണ് ഞാൻ പച്ചമുളക് അവസാനം ചേർത്തത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതേ നിങ്ങൾ കാണുന്നത് പോലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇതിൽ ഉപ്പും മുളക് അങ്ങനെയുള്ളതൊക്കെ പാകമാണ്. ഞാൻ ടേസ്റ്റ് നോക്കിയിരുന്നു. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. അതിന് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുള്ള കറിയാണ്. പിന്നെ നല്ല ഹെൽത്തി ഫുഡുമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കേരള സ്റ്റൈലിൽ നമ്മൾ ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ചാറോട് കൂടിയിട്ട്. ഇതിൽ ചാറൊന്നും അധികമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഇത് ചെയ്ത രീതി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പമ്മീസ് ഹട്ട് ചാനലിൽ ലൈക്ക് ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ നല്ല റെസിപ്പിയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരും. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ എഴുതിയിടണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ഇനി വീണ്ടും കാണുന്നതുവരെ നിങ്ങളെല്ലാവരെയും ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.